ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ആദ്യമേ തന്നെ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ ആണ്. നമുക്ക് ലാസ്റ്റ് കുറച്ച് വീഡിയോസ് ആയിട്ട് നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ സാരീസിന്റെ വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് ആണ് ഉണ്ടായത്. നമ്മൾ എടുത്ത സാരീസ് ഒക്കെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ആ സാരീസ് ഒക്കെ റീസ്റ്റോക്ക് വരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും സെയിം പാറ്റേൺസ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റോക്കിൽ നമ്മൾ അതുപോലത്തെ പാറ്റേൺസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ പുതിയ കളക്ഷൻസും നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ ആണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ സാരീസ് സെല് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ ചെയ്യുന്നത്. അപ്പം ഒത്തിരി ആൾക്കാർ ഇതുപോലെ വീട്ടിലിരുന്ന് ഹോബി ആയിട്ടൊക്കെ ഇതുപോലത്തെ വർക്ക്, ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളും ഹാൻഡ് പെയിന്റിങ് വർക്കുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് നമ്മളൊരു മീഡിയേറ്റർ ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ വീഡിയോസ്. അപ്പൊ അതുപോലത്തെ സാരീസ് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലുള്ള കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ആ സാരിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു ഭംഗിയുള്ളൊരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതും ബുള്ളിയൻ നോട്ട്സും കാസ്റ്റോൺ സ്റ്റിച്ചും അതുപോലെ ഫ്രഞ്ച് നോട്ട്സും ഒക്കെ വെച്ചിട്ട് നല്ല തിക്കായിട്ടൊരു 3D ഇഫക്റ്റ് വരുന്നത് പോലത്തെ ഒരു ഡിസൈനാണ്. ഭയങ്കരമായിട്ട് ആ ഒരു ഫ്ലവേഴ്സിന്റെ എലഗൻസ് ഹൈലൈറ്റ് ചെയ്ത് കാണാവുന്നത് പോലെയുള്ള ഒരു കളർ കോമ്പിനേഷൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പിസ്ത ഗ്രീനിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് ലാവൻഡറും അതുപോലെ ഡാർക്ക് ലാവൻഡറും ഒക്കെ ആ ഗ്രീനിന്റെ 2 ഷെയ്ഡ്സും ബ്രൗൺ വെച്ചിട്ടുള്ള സ്റ്റെംസും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. ഈ 2 ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത് കാസ്റ്റോൺ സ്റ്റിച്ചും അതുപോലെ ബുള്ളിയൻ നോട്ട്സും വെച്ചിട്ടുണ്ട്. ബാക്കി ഫ്ലവേഴ്സ് എല്ലാം ബുള്ളിയൻ നോട്ട്സ് തന്നെ വെച്ചിട്ടുള്ള സ്റ്റിച്ചസ് ആണ്. അതുപോലെ ഈ ഒരു ബഡ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ട്സ് ആണ്. ഇവിടെയും വീണ്ടും ബുള്ളിയൻ നോട്ട്സ് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ ബഡ്സ് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എൻ്റെ കളർ കോമ്പിനേഷൻ എൻ്റെ ഏറ്റവും വലിയ എലഗൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ബുള്ളിയൻ നോട്ട്സ് ആണെങ്കിലും അതുപോലെ ഫ്രഞ്ച് നോട്ട്സും ഈ കാസ്റ്റോൺ സ്റ്റിച്ചും ഒക്കെ ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ. ഈ ഒരു ഡിസൈനിൽ തന്നെ എത്ര ഫ്ലവേഴ്സ് ഇതുപോലത്തെ ഈ ഒരു സ്റ്റിച്ച് വെച്ച് നിറച്ച് തിക്കായിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സമയം എടുക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. അപ്പം ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റണ്ണിങ് പോർഷനിലാണ്. കുറച്ചുകൂടെ നമ്മൾ ഇപ്പൊ ഈ കണ്ട ഡിസൈനേക്കാളും കുറച്ചുകൂടെ ചെറിയ സൈസിൽ ഈ ബുള്ളറ്റ് നോട്ട്സ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് മാത്രമുള്ള പോലത്തെ ഒരു ചെറിയ, അതിന്റെ നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ ഒരു ടോപ്പ് പോർഷൻ വരുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു 3D ഇഫക്റ്റ് ആ ഫ്ലവേഴ്സിനൊക്കെ ഈ ബുള്ളറ്റ് നോട്ട്സ് വെച്ചിട്ട് ആഡ് ചെയ്തത് കൊണ്ട് ആ ഒരു 3D ഇഫക്റ്റ് ഈ ഫ്ലവേഴ്സിന് വരുന്നത് ഈ സാരിയുടെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് ആണ്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ പല്ലുവിൽ കണ്ടതുപോലെ മുന്താണി പോർഷനിൽ കണ്ടതുപോലെ 2 ഡിസൈൻസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ എൻ്റെ കൈപ്പത്തിയേക്കാളും വലുപ്പത്തിലുള്ള 2 ഡിസൈൻസാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നമ്മൾ ഉടുത്ത് വരുമ്പോൾ നമ്മുടെ ചെസ്റ്റ് പോർഷനിലേക്ക് കവർ ചെയ്ത് വരുന്ന പോലെ ഈ 2 ഡിസൈൻസ് വരും. ഇത്രയൊരു ഗ്യാപ്പ് വിട്ടാണ് നമ്മൾ ഈ 2 ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനും ഡിസൈനും ഒക്കെ. അതും ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല പെർഫെക്ഷനിൽ തന്നെയാണ്. ഓരോ ഫ്ലവേഴ്സും നല്ല പെർഫെക്ഷനോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ സ്റ്റിച്ച് ഓരോ ഫ്ലവേഴ്സ് ആണെങ്കിലും കണ്ടോ ഐഡന്റിക്കൽ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത്രയും നല്ലൊരു ഫിനിഷിങ്ങോടെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു വർക്കാണ്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനുമാണ്. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ ഈ സെയിം ഡിസൈൻ വെർട്ടിക്കലായിട്ട് സ്റ്റാൻഡിങ് പോസ്റ്റിൽ വരുന്നത് പോലെയാണ് അത് ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരിയിൽ ഇതുപോലത്തെ വലിയ 4 ഡിസൈനും അതുപോലത്തെ നമ്മൾ പല്ലുവിൻ്റെ ആ ഒരു റണ്ണിങ് പോർഷനിൽ കണ്ട ചെറിയ ഡിസൈനും വെച്ച് മൊത്തം 5 ഡിസൈൻസ് ആണ് വന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ഒരു ഡിസൈൻ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ഡിസൈനാണ്. നോർമൽ നമ്മൾ ലേസി ഡേസിയോ ബ്ലാങ്കറ്റ് സ്റ്റിച്ചോ ഒക്കെ തയ്ക്കുന്നത് പോലെയല്ല. ബുള്ളറ്റ് നോട്ട്സ് ഈ പറഞ്ഞ പോലെ ഇത്രയും ആ ഒരു തിക്കായിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ബുള്ളറ്റ് നോട്ട്സും കാസ്റ്റോൺ സ്റ്റിച്ചും ഒക്കെ വെച്ച് ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2150 റുപ്പീസ് ആണ്. 2150. നെക്സ്റ്റ് നമുക്ക് ഒരു വൈറ്റ് സാരി കാണാം. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. അതിനകത്ത് റെഡും മെറൂണുള്ള കോമ്പിനേഷനിൽ വരുന്നൊരു ഫ്ലവർ ഡിസൈനാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാരിയിലും ബുള്ളറ്റ് നോട്ട്സും കാസ്റ്റോൺ സ്റ്റിച്ചിൻ്റെ ഒക്കെ മിക്സ് ആയിട്ട് തന്നെ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. 2 ഫ്ലവർ ഡിസൈനും അതുപോലെ കുറച്ച് ലീവ്സ് ഒക്കെ കൂടെ വരുന്നൊരു ചെറിയൊരു ബഞ്ച് ഫ്ലവർ പോലെയാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാസ്റ്റോൺ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നേരത്തെ ഫ്ലവേഴ്സ് പോലെ തന്നെ ഇത് കണ്ടോ നല്ലൊരു
ലൈഫ് ഫീലിംഗ് ഈ ഫ്ലവേഴ്സിനുണ്ട്. കുറച്ചും കൂടി ഒരു ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യും. ഒരു 3D ഇഫക്റ്റ് ഒക്കെ പോലെ നമുക്ക് ആ പുറത്തേക്ക് ബൾജ് ചെയ്ത് തന്നെ ഈ ഫ്ലവേഴ്സിന്റെ പെറ്റൽസ് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈവ്ലി ആയിട്ട് തന്നെ നല്ല ഫീൽ ചെയ്യുന്ന പോലത്തെയാണ്. അതുപോലെ നേരത്തെ ഡിസൈനിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഈ ഒരു ഡിസൈനും ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വൈറ്റിൽ റെഡ് മെറൂൺ കോമ്പിനേഷൻ, നല്ലൊരു കോൺട്രാസ്റ്റഡ് കോമ്പിനേഷൻ. ഇപ്പൊ നമുക്ക് ക്രിസ്മസ് സമയത്തേക്കിന് വേണ്ടിയാണെങ്കിലും, ഇപ്പൊ ക്രിസ്മസിന് ഈ പറഞ്ഞ പോലെ നാളെ ക്രിസ്മസ് ആണ്, എന്നാൽ പോലും നമുക്ക് ന്യൂ ഇയറിനും അല്ലെങ്കിൽ വൈറ്റ് സാരീസ് ഒക്കെ പള്ളിയിലൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റുന്ന പോലത്തെ നല്ലൊരു ഡിസൈനാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇത് പള്ളിയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇതിന്റെ പല്ലുവിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫ്ലവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പല്ലുവിന്റെ സെൻട്രൽ പോർഷനിൽ ഈ സെയിം വലുപ്പത്തിലുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പല്ലുവിന്റെ അപ്പുറത്തെ എൻഡിൽ വരുമ്പോഴും ഇതുപോലത്തെ സെയിം സൈസിലുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ തലയിൽ തുണിയൊക്കെ ഇടുന്ന സമയത്താണെങ്കിലും ഡിസൈൻ കാണാവുന്ന പോലെ തന്നെ 3 ഡിസൈൻസ് ഇതിൻ്റെ അകത്ത് പല്ലു പോർഷന്റെ എൻഡിൽ തന്നെ വന്നിട്ടുണ്ട്. സെയിം വലുപ്പത്തിലുള്ള 3 ഡിസൈൻ തന്നെ ഇതിന്റെ പല്ലുവിന്റെ എൻഡിലെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴാണെങ്കിൽ ചെറിയ ആ ഒരു ഡിസൈൻ്റെ ഒരു ചെറിയ സൈസിൽ കുഞ്ഞൊരു ഡിസൈൻ, 2 ഡിസൈൻസ് നമ്മൾ ഇതിന്റെ റണ്ണിങ് പോർഷനിൽ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ചെറിയൊരു സൈസിൽ വരുന്ന പോലത്തെ 2 ഡിസൈൻസ് ആണ് ഇതിന്റെ പല്ലു പോർഷനിൽ ചെയ്തിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ 2 കളർ മിക്സ് ചെയ്ത് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലവറിന് കുറച്ചും കൂടെ ഒരു ഡെപ്ത് കിട്ടും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കളർ കോമ്പിനേഷൻസ് കൂട്ടുമ്പോഴത്തേനും സെയിം കളറിന്റെ തന്നെ പല ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആ ചെയ്യുന്ന ഫ്ലവറിന് കുറച്ചും കൂടെ ഒരു ഡെപ്തും കുറച്ചും കൂടി ഒരു കാണാനൊരു അട്രാക്ഷനും ഒക്കെ തോന്നും. അങ്ങനെ തന്നെ ഈ പറഞ്ഞ മെറൂണും റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ ഇവിടെ 2 വലിയ ഡിസൈനും ഒരു കുഞ്ഞു ഡിസൈനും ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ചെസ്റ്റ് പോർഷന്റെ സെൻട്രലായിട്ട് വരുന്ന പോലെ അടുപ്പിച്ച് വരുന്നത് പോലെയാണ്, വലിയ ഗ്യാപ്പ് ഇല്ലാതെ അടുപ്പിച്ച് ഈ ഒരു 3 ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. 2 വലിയ ഡിസൈനും നടുക്കൊരു ചെറിയ ഡിസൈനും വരുന്നത് പോലെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഈ ഒരു സെൻട്രൽ ലൈനിൽ വരുന്ന പോലത്തെ ഈ ഡിസൈൻസും ഇതുമൊക്കെ ലേസി ഡേസി സ്റ്റിച്ചുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ ലീഫും ഈ ഒരു ബഡ്സ് പോലത്തെ ഇതുമൊക്കെ കൊടുത്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് മാത്രമാണ് ബുള്ളിയൻ നോട്ട്സും കാസ്റ്റോൺ സ്റ്റിച്ചും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനൊരു പ്രത്യേക ഒരു എടുപ്പ് തന്നെയുണ്ട് ആ ഒരു കാസ്റ്റോൺ സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ. നെക്സ്റ്റ് ഇതിന്റെ ഒരു റൈറ്റ് ലെഗ് പോർഷനിൽ സ്റ്റാൻഡിങ് പോസിലാണ് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. എല്ലാ സാരിയിലും ഒക്കെ കൊടുക്കുന്നത് പോലെ സ്റ്റാൻഡിങ് പോസിൽ തന്നെ ഇതിനകത്തും ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പല്ലുവിലും ചെസ്റ്റിലും ഒക്കെ കണ്ട വലിയ ഡിസൈൻ്റെ സെയിം സൈസിലുള്ള ഡിസൈനാണ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ സാരിയിൽ ഇത്രയും ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഡിസൈൻസ് ഈ ഒരു സാരിയിൽ ഈ ഒരു സ്റ്റിച്ചസ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2250 റുപ്പീസ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ പല്ലുവിലൊക്കെ ആണെങ്കിലും റിച്ച് ആയിട്ട് ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇതെല്ലാം 5.5 മീറ്റർ സാരി ആയിട്ടാണ്, ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു ടൊമാറ്റോ പിങ്ക് കളറിലെ ഈ ഒരു കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഇതിനകത്ത് 2 ഷെയ്ഡ്സ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഫ്ലവർ ബഞ്ച്, പക്ഷെ തിക്കായിട്ടുള്ള ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഡേസിയുടെ അറ്റത്ത് ഫ്രഞ്ച് നോട്ട് വരുന്ന പോലത്തെ പെറ്റൽസ് വരുന്ന പോലത്തെ ഫ്ലവേഴ്സ് ആണ്. ഒരു മജന്ത ഷെയ്ഡും അതുപോലെ ഒരു ലാവൻഡർ ഷെയ്ഡും കൊണ്ടുള്ള ഫ്ലവേഴ്സും അതുപോലെ തന്നെ നടുക്ക് യെല്ലോ കളറിലെ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടുള്ള ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ഈ ഒരു 6 ഫ്ലവേഴ്സ് തിക്കായിട്ട് ഈ ഒരു ഡിസൈൻ വരുമ്പോഴത്തേനും നല്ലതായിട്ട് പ്രൊജക്ട് ചെയ്ത് ഈ ഒരു ഡിസൈൻ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഈ സാരി നേരത്തെ വീഡിയോസിലും കാണിച്ചായിരുന്നു, വീണ്ടും നമ്മൾ കാണിക്കുന്നതാണ് ഈ ഒരു സാരി. ഇതിന്റെ പല്ലു പോർഷനിൽ 3 ഡിസൈനാണ് നമ്മൾ മുമ്പേ കാണിച്ച സാരിയിലെ പോലെ. നമുക്ക് തലയിലൊക്കെ ഇടാനാണെങ്കിലും അല്ല പല്ലുവിലൊക്കെ ഇച്ചിരി ഡിസൈൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പറ്റുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല ഭംഗിയായിട്ട് ആ ഒരു ഡിസൈനും കളർ കോമ്പിനേഷനും ഒക്കെ വന്നിട്ടുണ്ട്. ഇതതിൻ്റെ പല്ലുവിലെ സെക്കൻഡ് ഡിസൈൻ, അതായത് പല്ലുവിൻ്റെ സെൻട്രൽ പോർഷനിൽ വരുന്ന ഡിസൈനാണ്. നെക്സ്റ്റ് പല്ലുവിൻ്റെ മറ്റേ എൻഡിൽ വരുന്നത് പോലെ ഇതേ വലുപ്പത്തിൽ തന്നെ 3 ഫ്ലവേഴ്സും ഒരുപോലെ തന്നെ ഒരേ സൈസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഈ പല്ലുവിൻ്റെ ഇപ്പുറത്തെ വശത്ത് ഫ്ലവർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ചെറിയ സൈസിലാണ് ഫ്ലവേഴ്സ് കൊടുക്കാറ്. ഇത് പക്ഷേ പല്ലുവിൻ്റെ എൻഡിലെ 3 ഫ്ലവേഴ്സും ഒരേ വലുപ്പത്തിൽ തന്നെ വലിയ ഫ്ലവേഴ്സ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേ സൈസിലുള്ള ഫ്ലവർ തന്നെ ഇതിൻ്റെ റണ്ണിങ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. സെയിം ആ ഒരു വലുപ്പത്തിൽ തന്നെയുള്ള ഫ്ലവറാണ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ലൊരു ഭംഗിയുള്ളതാണ്. അതുപോലെ ടൊമാറ്റോ പിങ്ക് നമുക്ക് ഒത്തിരി മൂവിങ് ആയിട്ടുള്ളൊരു കളറാണ്. പ്ലെയിൻ സാരി ആയിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഷെയ്ഡ്സിൽ വരുന്നൊരു ഷെയ്ഡാണ് ഈ ഒരു ടൊമാറ്റോ പിങ്ക്. എല്ലാവർക്കും ഒക്കെ ചേരുന്ന പോലത്തെ കളറാണ്. ഭയങ്കര ബ്രൈറ്റ് ഉള്ള എന്നാൽ നല്ലൊരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന പോലത്തെ നല്ലൊരു കളറാണ്. ഇതിനകത്ത് ചെസ്റ്റ് പോർഷനിലെ വർക്കാണിത്. ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ 2 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പ് വിട്ട് 2 ഡിസൈൻസ് ഇതിനകത്ത് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സെയിം നമ്മൾ ഈ സാരിയിൽ ഫുൾ ഡിസൈൻസും ഒരേ വലുപ്പത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല വർക്കുള്ള ഒരു സാരിയായിട്ട് തന്നെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും.
ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞ കോൺട്രാസ്റ്റ് ആയിട്ട് ഈ വർക്കിൻ്റെ ഒക്കെ കളറിലുള്ള ബ്ലൗസോ അതുപോലെ ഈ സെയിം ടൊമാറ്റോ പിങ്ക് കളറിൽ കോട്ടൺ 2x2 ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഡെയിലി വെയർ ആയിട്ടൊക്കെ ഓഫീസ് പർപ്പസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു കോട്ടൺ സാരിയാണ്. ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ നേരത്തെ സാരിയിലൊക്കെ കണ്ടതുപോലെ തന്നെ വെർട്ടിക്കലായിട്ട് സ്റ്റാൻഡിങ് പോസിൽ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സാരിയിലുള്ള എല്ലാ ഡിസൈൻസും ഇതേ വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയും ആ ഒരു ഭംഗിയിൽ വരുന്ന പോലത്തെ ഈ ഒരു സാരിയാണ് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ, അതായത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന സാരി. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1650 റുപ്പീസ് ആണ്. അപ്പോൾ ഈ കാണിച്ച സാരീസൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് ഹോബി ആയിട്ടൊക്കെ ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റ് എത്താൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ ആയിട്ട് മാത്രം നമ്മളിത് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു പ്രോഫിറ്റ് ബേസിലൊന്നും അല്ല ഇങ്ങനത്തെ സാരീസ് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ റീസെല്ലിംഗ് ആയിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് അതുകൊണ്ട് തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ കാണിക്കുന്നത്. കാരണം
കുറേ ആൾക്കാർ കുറേ ടൈമും എഫോർട്ടും ഒക്കെ എടുത്ത് ഇതുപോലത്തെ ഹാൻഡ് എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ വീട്ടിലിരുന്ന് ചെയ്യുന്നവരുണ്ട്. അപ്പം അവർക്ക് അവരുടെ വർക്ക് കാണിക്കാനാണെങ്കിലും അതുപോലെ അവർ ആ ചെയ്യുന്നതിനൊരു റിട്ടേൺ കിട്ടുന്നെങ്കിൽ അതിലൊരു മാർഗമായിട്ടാണെങ്കിലും വരട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ നമ്മുടെ ഒരു ചാനൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതുപോലത്തെ വർക്ക്സും നമ്മുടെ ചാനൽ ത്രൂ ഡിസ്പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ ഇതുപോലത്തെ വർക്ക്സ് ഒക്കെ നമ്മുടെ ചാനലിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.